ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മനുഷ്യൻ്റെ കൈകൾ. പണ്ട് കാലം മുതലേ മനുഷ്യർ ഒത്തിരി ജോലികൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ മനുഷ്യർ ചെയ്യുന്ന ജോലികളും അന്നത്തെ മനുഷ്യർ ചെയ്ത ജോലികളും ഒരുപോലെയാണോ കൂട്ടുകാരെ? അല്ല, വ്യത്യസ്തമാണല്ലേ? അതേപ്പറ്റിയൊക്കെ നമുക്കിന്ന് പാഠഭാഗത്തിലൂടെ പഠിച്ചാലോ? മനോഹരമായ കഥകളും കവിതകളും കളികളും ഒക്കെയുണ്ട്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 3, മനുഷ്യൻ്റെ കൈകൾ. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ മനോഹരമായൊരു ഭാഗമാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. അലസതയറ്റി പാടങ്ങളിൽ വന്നല തല്ലുകയാണ് അധ്വാനം. ഇവിടെ കണ്ട കൂട്ടുകാരെ, മനോഹരമായ പല ചിത്രങ്ങളും നമുക്ക് കാണാം. പണ്ട് കാലങ്ങളിൽ തടികൾ ഉപയോഗിച്ച് നമ്മുടെ പൂർവികർ ചെയ്ത ജോലികളുണ്ട്. പിന്നെ അവർ തടിയും അതുപോലെ തന്നെ പരന്ന തടി കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഭാരമുള്ളവയെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി പഠിച്ചു അല്ലേ? പിന്നെ ഞാറ് നടൻ, അതായത് കൃഷി അവർ കൊണ്ടുവന്നു. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മനോഹരമായ മനുഷ്യൻ്റെ കൈവേലകളെക്കുറിച്ച് നോക്കാം. അതിനു മുന്നേ ഒരു മനോഹരമായൊരു കവിതയുണ്ട്, നമുക്ക് ഈണത്തിൽ ചൊല്ലിയാലോ? കുഞ്ഞനുറുമ്പിൻ്റെയും അവരുടെ കെട്ടിയോളുടെയും ഒക്കെ കഥയാണ്. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കും ഭാരം. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂടു തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തൊരു കൂട്ടുകാരെന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തൊരു കൂട്ടുകാരെന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം. കൂട്ടുകാരെ, MV മോഹനൻ എഴുതിയ മനോഹരമായൊരു കവിതാഭാഗമാണ് നമ്മൾ പഠിച്ചത്. എന്താ ഇവിടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞനുറുമ്പിൻ്റെയും കെട്ടിയോളുടെയും കുട്ടികളുടെയും വീട് ഒരു കുട്ടി വന്ന് തകർത്തു. കുഞ്ഞനുറുമ്പും കെട്ടിയോളും കുട്ടികളും വിടുവോ? ഇല്ല, അവരെണ്ണി പറഞ്ഞ് ഓരോരുത്തർക്കായിട്ട് കടി കൊടുക്കാൻ തുടങ്ങി. കാരണം എന്താ? അവരന്ന് വരെ കൂട്ടിവെച്ച അവരുടെ അരിക്കൂമ്പാരം വരെ അവരെന്ത് ചെയ്തു? ചിന്നിച്ചു കളഞ്ഞു. ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? അവർ മനോഹരമായി വീടുണ്ടാക്കും. ഒത്തിരി ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് അവർ മണ്ണിൽ വീടുണ്ടാക്കുന്നത്. എന്തിനാണെന്നറിയാമോ? മഴക്കാലത്തേക്ക് അവർക്ക് അവരുടെ ആഹാരം ശേഖരിച്ച് വയ്ക്കാനായിരുന്നു. അതായത് അരി അവർ കൊണ്ട് ശേഖരിച്ച് എവിടെ വയ്ക്കും കൂട്ടുകാരെ? അതെ, അവരുടെ വീടിനുള്ളിലേക്ക് വയ്ക്കും. അപ്പോൾ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്ത കൂട്ടുകാരൊക്കെ ഒന്ന് അറിയണം കേട്ടോ. എന്താ അറിയേണ്ടത്? പാവമാണ് അവരൊക്കെ. അവർ കഷ്ടപ്പെട്ട് ഒത്തിരി ത്യാഗം സഹിച്ചാണ് അവർ വീടൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വീടാക്കി മാറ്റാൻ മലയോളം അവർ കഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടുകാരും കുഞ്ഞനുറുമ്പിൻ്റെ വീടൊന്നും ഇല്ലാതാക്കി കളയരുത് കേട്ടോ. വീടും കൂടും. നമ്മളിവിടെ കുഞ്ഞനുറുമ്പിൻ്റെ വീടിനെ പറ്റി പറഞ്ഞു അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ ഒത്തിരി വീടുകളും കൂടുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? തൂക്കണാംകുരുവിക്കൂട്, പിന്നെയോ ഉറുമ്പിൻകൂട്, പിന്നെ തേനീച്ചക്കൂട്, കാക്കക്കൂട്. നമ്മുടെ വീട് ഒരാൾ നിന്ന് പണിയുന്നതും കാണാമല്ലേ കൂട്ടുകാരെ? അതെ, ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ട്? കുരുവി, കാക്ക, പിന്നെയോ പൊന്മാൻ, പ്രാവ്, ലവ് ബേർഡ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി പക്ഷികൾ എന്ത് ചെയ്യും? വീടുണ്ടാക്കും അല്ലേ? വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഒരു തരം പശ ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? കൂടുണ്ടാക്കുന്നത്. അതിനുള്ളിൽ അവർ തേന് സംഭരിച്ചു വയ്ക്കും. കൂടുന്നു തീർക്കാൻ കുന്നോളം ത്വരം വീടാക്കി മാറ്റാൻ മലയോളം. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം.
നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായമാണ് കൂട്ടുകാരെ വേണ്ടത്? അതെ, ആശാരി വേണം, മേസ്തിരി വേണം, കോൺക്രീറ്റ് പണിക്കാർ വേണം, പിന്നെന്താ ടൈലിൻ്റെ പണിക്കാർ വേണം, വയറിങ് ആൾക്കാർ വേണം, പ്ലംബിങ് ചെയ്യുന്നവർ വേണം, റൂഫ് ചെയ്യുന്നവർ വേണം. അങ്ങനെ ഒത്തിരി 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 ആൾക്കാർ നമ്മുടെ വീടുണ്ടാക്കാൻ വേണം അല്ലേ? എന്നാൽ ഈ പക്ഷികളും മൃഗങ്ങളുമൊക്കെയോ അവർ സ്വന്തമായാണ് വീടുണ്ടാക്കുന്നത്. തൊഴിലും ഭാഷയും. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, മനോഹരമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തെല്ലാം തൊഴിലുകളിലാണ് ആൾക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നോക്കിയേ, മീൻ പിടിക്കുന്നത് നമുക്ക് കാണാമല്ലേ കൂട്ടുകാരെ? അതുപോലെ ഉത്സവങ്ങൾ കാണാം. പിന്നെയോ ഞാറ് നടുന്നത് കാണാം. പിന്നെ താറാവിനെ വളർത്തുന്നത് കാണാം. പത്രമിടാൻ പോകുന്നത് കാണാം. ഇങ്ങനെ തുടങ്ങി ഒത്തിരി ജോലികൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ? മീൻ വിൽപ്പനയ്ക്ക് പോകുന്നത് കാണാം. പിന്നെയോ ചൂണ്ടയിട്ട മീനിനെ പിടിക്കുന്നത് കാണാം. പിന്നെ ആടുകളെ വളർത്തുന്നത് കാണാം അല്ലേ? അങ്ങനെ ഒത്തിരി ഒത്തിരി ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. വാക്കുകൾ വിളയുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ടല്ലേ? നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങളുണ്ട്. നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? കന്നുപൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറ് പറിക്കുക, ഞാറ് നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക, ഇങ്ങനെ ഒട്ടേറെ പണികളുടെ പേര് നമുക്ക് നെൽകൃഷിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിയും. പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാള്, ട്രാക്ടർ, ട്രില്ലറ്, കൊയ്ത്തുമെതി യന്ത്രം, ഇങ്ങനെ ഒരുപാടുണ്ടാകും. പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ്, ഇങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റു വാക്കുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ? ഇനി ചൊല്ലുകളുടെ കാര്യമെടുത്താലോ? കൃഷി ചൊല്ലുകൾ ഒത്തിരിയുണ്ട്. മുളയിലറിയാം വിള, അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്താഴം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല, ഇങ്ങനെ തുടങ്ങി ഭാഷകളുടെ വളർച്ച തൊഴിലുകളെ ഒത്തിരി സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? കൃഷി പോലെ തന്നെ മറ്റനേകം തൊഴിലുകളിലും പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ട്. വീട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ കൂട്ടുകാരെ അടുക്കള? എന്തെല്ലാം ഉപകരണങ്ങളാണ് അടുക്കളയിൽ കാണുന്നത്? പാചകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതുപോലെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ കാണുമല്ലേ? അടുക്കള പണിയുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് എന്തെങ്കിലും വാക്കുകൾ അറിയാമോ? അറിയാമല്ലേ? തേങ്ങ ചിരവുക, പിന്നെയോ പച്ചക്കറികൾ അരിയുക, പിന്നെ പാചകം ചെയ്യുക, കറികൾ ഉണ്ടാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി വാക്കുകൾ നമുക്ക് അതിൽ നിന്നും കണ്ടുപിടിക്കാം അല്ലേ കൂട്ടുകാരെ? ഇനി നോക്കിയേ, തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട്. ഈ കവിത ഈണത്തിൽ ചൊല്ലാമോ? കാവാലം നാരായണ പണിക്കർ എഴുതിയ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന കവിതാഭാഗത്തിലെ കുറച്ചു വരികളാണ് കൂട്ടുകാർക്ക് തന്നിട്ടുള്ളത്. തടിപിടി. തടികൾ അല്ലെങ്കിൽ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേനും പണിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്ന പാട്ടുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പണിയെടുക്കുമ്പോൾ കൂട്ടമായ ആൾക്കാർ പാടുമ്പോൾ പണിയുടെ ആയാസം കുറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി പാട്ടുകളൊക്കെ നമ്മുടെ മലയാളത്തിലുണ്ട്. അത് കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. ഇപ്പം നമുക്ക് തടിപിടി കവിത ഈണത്തിൽ ചൊല്ലി നോക്കാം. ഏലമാലി ഐസ, ഇലയിട്ട തടി ഐസ, പൂവിട്ട കുരുവി ഐസ, കായിട്ട മരമേ ഐസ, ഇലയിട്ട പൂവിട്ട് കായിട്ട് നിന്ന കാട്ടിലെ തടിയെ ഐസ, ഒത്തുപിടിച്ചാൽ ഐസ, മലയും പോരും ഐസ, ഒറ്റയ്ക്കായാൽ ഐസ, എലിയും പോര ഐസ, ഒത്തുപിടിച്ചാൽ മഹാബലം, ഒറ്റയ്ക്കായാൽ പരാജയം. അപ്പോൾ ഇത്തരത്തിലുള്ള കവിതകൾ ചൊല്ലിയാണ് പണ്ടത്തെ കാലത്ത് ജോലിയുടെ പ്രയാസം ആൾക്കാർ കുറച്ചിരുന്നത്. കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നല്ലേ കളി? കൂട്ടുകാർക്ക് എന്തൊക്കെ കളികൾ അറിയാം? ഒത്തിരി കളികൾ അറിയാമല്ലേ? ഓടിക്കളിക്കാം, ഒളിച്ചു കളിക്കാം, പിന്നെയോ തൊട്ട് കളിക്കാം, വട്ട് കളിക്കാം, പിന്നെ ചെസ്സ് കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, പിന്നെ ടെന്നീസ് കളിക്കാം. അങ്ങനെ ഒത്തിരി കളികളുണ്ടല്ലേ? ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യനങ്ങി കളിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കുട്ടിക്കാലത്തെ ഒരു കളി അനുഭവമാണ് കവി കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയിരിക്കുന്നത്. കുതിരകെട്ടിക്കളി. എന്താണ് കളി? നമുക്ക് നോക്കാം. ഒഴിവുകാലത്ത് ചെറിയ കുതിരകളെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി. തെങ്ങിലെ വെള്ളക്കയും ഈർക്കിലും ഉപയോഗിച്ച് വളരെ ചെറിയ കുതിരകളും മരവും വർണ്ണക്കടലാസും ഉപയോഗിച്ച് അല്പം കൂടി വലിയ കുതിരകളും ഞങ്ങൾ കെട്ടിയിരുന്നു.
4 ചെറിയ മരക്കാലുകളിൽ 2 മരങ്ങൾ വച്ച് ചട്ടമുണ്ടാക്കും. അതിന്മേൽ 4 നീണ്ട കുതിരക്കാലുകൾ ഉറപ്പിക്കും. പിന്നെ വർണ്ണക്കടലാസ് ഉപയോഗിച്ച് 2 ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ച് മേൽക്കൂടാരവും ഉണ്ടാക്കും. പൊടിപ്പും തൊങ്ങലും ഒട്ടിച്ചു വയ്ക്കും. കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കും. കയറുപയോഗിച്ച് 4 ആലാത്തും കെട്ടും. കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുതിരയെ തോളിലേറ്റി ചറ്റുവോ പറ്റുവോ ചറ്റുവോ പരുവോ എന്ന വായ്ത്താരിയോടെ വഴിയിലെല്ലാം കൊണ്ടു നടക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മധ്യവേനൽ അവധിക്കാലത്തെ ഉത്സവം. അപ്പോൾ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ അവധിക്കാലങ്ങളിൽ അവർ കളിച്ചിരുന്ന മനോഹരമായ കളികളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കൂട്ടുകാരും നിങ്ങളുടെ വേനൽ അവധിക്കാലത്ത് ഒത്തിരി മനോഹരമായിട്ടുള്ള കളികളൊക്കെ കളിച്ചിട്ടുണ്ടാവില്ലേ? അതിൻ്റെ കുറിപ്പൊന്ന് എഴുതി നോക്കിയേ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 3-ാമത്തെ അധ്യായമാണ് പഠിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് പാഠങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്